കാട്ടാനയുടെ പരാക്രമണത്തിൽ വിറങ്ങലിച്ചിരിക്കുകയാണ് മലപ്പുറം പോത്തുക്കൽ അപ്പൻകാപ്പ് നഗർ നിവാസികൾ. അപ്പൻകാപ്പ് ആദിവാസി നഗറിലെ അങ്കണവാടി മുറ്റത്തേക്കാണ് ഒറ്റയാൻ ഭീതി പരത്തിയെത്തിയത്. അവിടുന്ന് പടക്കം പൊട്ടി ഒച്ച കേട്ടിട്ടാണ് നോക്കിയപ്പോ കുട്ടികളുണ്ട് ഇവിടെ കിണറ്റിൽ വെള്ളം കോരുന്നു. പിന്നെ ഇതിലുണ്ട് ആന കയറി വരുന്നത്. അപ്പൻകാപ്പ് നഗറിലെ 123 കുടുംബങ്ങളാണ് കാട്ടാന ഭീതിയിൽ കഴിയുന്നത്. പകൽ സമയം മേഖലയിലെത്തിയ മോഴയാന പ്രദേശവാസികളിൽ ആശങ്ക സൃഷ്ടിക്കുകയാണ്. പ്രദേശത്തെ അങ്കണവാടി മുറ്റത്തെത്തിയ കാട്ടാനയിൽ നിന്നും കുട്ടികൾ ഉൾപ്പെടെയുള്ള അങ്കണവാടി പ്രവർത്തകർ തലനാരിടയ്ക്കാണ് രക്ഷപ്പെട്ടത്. 12 മണിക്കൊന്നും ഇവിടെ ആന ഇറങ്ങലില്ല, രാത്രി മാത്രമേ ഇറങ്ങലുള്ളൂ. അപ്പൊ ആർക്കും കൂക്കിയും പടക്കം പൊട്ടിച്ച ആന പോക്കുണ്ട്. ഇന്ന് പകലിറങ്ങിയപ്പോ കുട്ടികൾ അങ്കണവാടിയിൽ നിന്ന് ഇങ്ങനെ ആർത്ത് വരുന്ന കണ്ടിട്ടാണ് ഞാൻ ഓടിച്ചെന്ന് നോക്കും. ആന കുട്ടികളെ വേക്കിലുണ്ട്. ഏറെ നേരം വനാതിർത്തിയിൽ ചെലവഴിച്ച ആന പിന്നീട് നീർപ്പുഴ മുറിച്ചു കടന്ന് അങ്കണവാടി മുറ്റത്തെത്തുകയായിരുന്നു. ആനയെ കണ്ട് അങ്കണവാടിയിലെ കുരുന്നുകളും ഭയചകിതരായി. കൂടുതൽ ആളുകളെത്തി ബഹളം വെച്ചും മറ്റും 1 മണിക്കൂറിന് ശേഷമാണ് ആനയെ കാട്ടിലേക്ക് കയറ്റാനായത്. അതിലാർത്ത് ഈ പേരന്റെ അപ്പുറത്ത് വന്നിട്ട് ആന ഒരു ചീറിയിട്ട് പിന്നെ അങ്ങോട്ട് എല്ലാവരും കൂടി ആർത്തിട്ടപ്പോ ഇതിലങ്ങോട്ട് പോയി. അത് ഇതിനെന്തെങ്കിലും പരിഹാരം ചെയ്തിട്ടില്ലെങ്കിൽ ശരിയാവൂല. വിവരമറിഞ്ഞ പോത്തുകൽ സ്റ്റേഷനിൽ നിന്ന് വനപാലകരും സ്ഥലത്തെത്തിയിരുന്നു. എന്നാൽ ആന ഉൾക്കാട്ടിലേക്ക് കയറാതെ വനാതിർത്തിയിൽ തന്നെ തമ്പടിച്ചിരിക്കുന്നതിനാൽ ജനങ്ങൾ ഭീതിയിലാണെന്ന് വാർഡംഗം PN കവിത പറഞ്ഞു. ഈ വന്യമൃഗശല്യം തടയുന്നതിന് കാര്യക്ഷമമായ ഒരു നടപടിയും ഇവിടെ ഇല്ല. ഒരു സോളാർ ഫെൻസിംഗ് ഒന്നും കാര്യക്ഷമമായ രീതിയിൽ പ്രവർത്തിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അടിയന്തരമായി ഇതിൽ ഇടപെട്ടുകൊണ്ട് ഇതിന് പരിഹാരം കാണണം. അല്ലാത്ത പക്ഷം നമുക്ക് ഇവിടുത്തെ കോളനി ഈ നഗറിലെ ആളുകൾക്ക് മറ്റു തരത്തിലേക്കുള്ള രീതിയിലേക്ക്, കാരണം സ്വന്തം ജീവന സംരക്ഷണത്തിന് വേണ്ടി തെരുവിൽ ഇറങ്ങേണ്ട രീതിയിലേക്ക് ഇവിടുത്തെ ആളുകൾ മാറുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാവുക. എന്നാൽ അപ്പൻകാപ്പ് നഗറിൽ പട്ടാപ്പകൽ കാട്ടാന എത്തിയതിൽ അതിശയമില്ലെന്നും ഇതിന്റെ പേരിൽ പ്രത്യേക സുരക്ഷാ നടപടികൾ കൈക്കൊള്ളേണ്ടതില്ലെന്നും പറഞ്ഞ് പ്രശ്നം നിസാരവൽക്കരിക്കുകയാണ് വനം വകുപ്പ് അധികൃതരെന്നും പ്രദേശവാസികൾ ആരോപിച്ചു. കേരള വിഷൻ ന്യൂസ്, മലപ്പുറം.